സൗദിയിലേക്കാണ്. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ചേരുന്നു. ജലീൽ, എല്ലാ ദിവസവും നമ്മൾ പറയുകയാണ് ഇങ്ങനെ സൗദിക്ക് നേരെ ആക്രമണം, അത് പ്രതിരോധിക്കേണ്ടി വരുന്നു. ഈ ഇറാന്റെ കാര്യത്തിൽ ഒരയവുമില്ല. ഒരു ദിവസത്തെ ചർച്ചകൾ നടക്കുമ്പോഴും അറബ് രാജ്യങ്ങൾക്കെതിരെ, ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിൽ ഒരയവും വരുന്നില്ല. ഗോകുൽ കൃഷ്ണ, സംഘർഷം ഒരു മാസം പിന്നിടുമ്പോഴും സൗദിക്ക് നേരെ തുടർച്ചയായ ആക്രമണം ഉണ്ടാവുകയാണ്. സൗദി പ്രതിരോധ മന്ത്രാലയം അല്പം മുമ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ രാത്രി റിയാദിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നു. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധ സേന അത് തകർത്തു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ നടന്നതായി ഇതുവരെയുള്ള റിപ്പോർട്ടിൽ ഇല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമാക്കി നിരവധി ഡ്രോൺ ആക്രമണങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ മുതൽ റിയാദ്, അൽ ഖർജ് ഉൾപ്പെടെ ഈ മധ്യ മേഖല ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ കൂടിയിരിക്കുകയാണ്. മിസൈലുകൾ ഉപയോഗിച്ചാണ് ഈ മേഖലയിൽ പലപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെ റിയാദിന് നേരെ വന്ന 6 ബാലിസ്റ്റിക് മിസൈലുകളിൽ 2 പ്രതിരോധ സേന തകർത്തു. 4 ഈ ജനവാസമില്ലാത്ത മേഖലയിലും കടലിലും പതിച്ചു. കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. സൗദിക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെയും പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ദൃശ്യങ്ങൾ പകർത്തുന്നതും അത് പ്രചരിപ്പിക്കുന്നതും ഒക്കെ കുറ്റകരമാണ് എന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇത് രാജ്യ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുമെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ എവിടെയാണോ മിസൈലുകൾ പതിച്ചത്, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് അവ തകർക്കപ്പെട്ടത് എന്നൊക്കെയുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് ശത്രുക്കൾക്ക് സഹായകരമാകും. എല്ലാവരും ഈ നിർദ്ദേശം പാലിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. മറ്റൊരു കാര്യം, സൗദി ഭരണാധികാരികളെ പ്രശംസിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചില പ്രസ്താവനകൾ നടത്തി. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഭരണാധികാരി സൽമാൻ രാജാവിനെ മഹാനായ മനുഷ്യൻ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. കിരീടവാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ തന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം കരുത്തുറ്റ വ്യക്തിയാണ്. തന്റെ രാജ്യത്തിന് വേണ്ടി ഒന്നിനെയും ഭയപ്പെടാത്ത ആളാണ്. ഇത്തരമൊരു കിരീടാവകാശിയെ ലഭിച്ചതിൽ സൗദി അറേബ്യക്ക് അഭിമാനിക്കാം എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. ഈ സൗദി ഭരണാധികാരികളുമായുള്ള ആഴത്തിലുള്ള ബന്ധം ഇപ്പോൾ ഊന്നി പറയുന്നതിലെ ഒരു രാഷ്ട്രീയമുണ്ട്. ഇത് തീർച്ചയായും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. ഉക്രൈനുമായി സുപ്രധാനമായ ഒരു പ്രതിരോധ സംഭരണ കരാറിൽ സൗദി ഒപ്പുവെച്ചു എന്നതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുന്ന ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യ സ്വീകരിക്കുന്ന സന്തുലിതമായ നിലപാടിന്റെ ഭാഗം കൂടിയായി ഈ കരാറിനെ കാണാം. കഴിഞ്ഞ ദിവസം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ജിദ്ദയിലെത്തിയിരുന്നു. അദ്ദേഹം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ദീർഘനേരം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സൗദി അസിസ്റ്റന്റ് പ്രതിരോധ മന്ത്രിയും ഉക്രൈൻ സായുധ സേനാ മേധാവിയും ചേർന്ന് ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഈ പ്രതിരോധ സാങ്കേതിക വിദ്യയിലും അതോടൊപ്പം തന്നെ ആയുധ സംഭരണത്തിലൊക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയൊരു ബന്ധത്തിന്റെ തുടക്കമാണ് ഈ കരാർ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ലെബനോനിലെ സാഹചര്യമാണ്. ലെബനോനിൽ നിലവിൽ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മുഴുവൻ സൗദി പൗരന്മാരോടും എത്രയും വേഗം രാജ്യവിടാൻ സൗദി എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലെബനോനിലേക്ക് യാത്രാവിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കർശനമായി പാലിക്കണമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. ഈ സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ അറബ് പാർലമെന്റിന്റെ ഇടപെടലും കഴിഞ്ഞ ദിവസം ഉണ്ടായി. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ അറബ് പാർലമെന്റ് അധ്യക്ഷൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ യമാഹി അതിശക്തമായി അപലപിച്ചു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗോകുൽ കൃഷ്ണ, സൗദിയിൽ നിന്ന് ജലീൽ കണ്ണമംഗലമാണ് വിശദാംശങ്ങളുമായി ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.